നമസ്തേ സർ. നമസ്കാരം. കുറച്ച് ദിവസമായി നമ്മൾ ഇരുന്നിട്ടല്ലേ. അതായത് മുനമ്പത്തുകാർ ആദ്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹൈബി ഈഡൻ എം പി ഇരുമുഖമുള്ള ഒരാളാണ്, രണ്ട് മുഖമുള്ളത്. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതിനെ എല്ലാം തട്ടിയെടുക്കാനായിട്ട് ആർക്കൊപ്പവും എവിടെയും എങ്ങനെയും ചേരും എന്നൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അന്നാലിൻ്റെ ഈഡൻ, ഹൈബി ഈഡൻ്റെ ഭാര്യയ്ക്ക് നിയമനം കൊടുത്തിരിക്കുന്നു 2 കോർപ്പറേഷനുകളിലായിട്ട് സ്റ്റാൻഡിംഗ് കൗൺസിലിൽ ആയിട്ട്. അപ്പോൾ ഇത് സ്വജനപക്ഷപാതമാണ് എന്നുള്ള കാര്യം, നെപ്പോട്ടിസമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുനമ്പത്തുകാർ അന്ന് പറഞ്ഞത് ശരിയായിരിക്കുകയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ ഈ വാർത്ത കണ്ടപ്പോൾ ആണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അവരൊരു വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ, അവരൊരു പ്രൊഫഷൻ ചെയ്യുന്നതാണ്. ബട്ട് ഈ വന്നിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവന് അർഹതപ്പെട്ടത് തട്ടിയെടുക്കലാണ്. ഒരു സാധാ ഭാഷയെ പറഞ്ഞ എന്താണ്, കൈയിട്ട് വാരാന്ന് പറയില്ലേ, ആർത്തി കൂടിയ ആൾക്കാർക്കാണ് കൈയിട്ട് വാരാനുള്ള ടെൻഡൻസി കൂടുന്നത്. ഇദ്ദേഹം ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നൊരു ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല മുഖങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരു ആശ്രിത നിയമതനാണ്. അല്ലാതെ അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി വലിയ സമരങ്ങളോ അങ്ങനെ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരൊറ്റ നാമധേയത്തിൽ മാത്രം കയറി വന്നൊരു വ്യക്തിയാണ്. അതിനർത്ഥം അദ്ദേഹം ഒരു കാര്യവും ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ എന്തെന്നാണ് അവതരിപ്പിക്കുന്നത്? അദ്ദേഹം കേന്ദ്ര പദ്ധതികളുടെ ഇവിടുത്തെ ഒരു ഫേസായിട്ട് അദ്ദേഹം എന്തോ കൊണ്ടുവരുന്ന രീതിയിലുള്ള സംസാരമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എന്നും പറയുമായിരുന്നു ഹൈബി ഈഡൻ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇപ്പോൾ ഇതേ ഒരു സംഭവം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു BJP ആയിരുന്നു ആദ്യം ഇതിനെതിരെ സംസാരിക്കാൻ വരുന്ന ഒരു വ്യക്തിയായിരിക്കും ഹൈബി ഈഡൻ. കാരണം അദ്ദേഹത്തിന് സംഘപരിവാറിനെതിരെയും മറ്റുള്ളവർക്കെതിരെ സംസാരിക്കാൻ 100 നാവാണ്. പക്ഷേ എത്രയോ അർഹതപ്പെട്ട, എത്രയോ കഴിവുള്ള, എത്രയോ ഫേമസ് ആയിട്ടുള്ള വക്കീലന്മാർ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും മാറ്റിയിട്ട് എൻ്റെ വീട്, എൻ്റെ വയറ്, എൻ്റെ ആൾക്കാരെന്നുള്ളൊരു സങ്കല്പം, അത് ഹൈബി ഈഡൻ മാറ്റണം. അത് കാരണം അദ്ദേഹം ഒരു MP ആണ്. അദ്ദേഹം മാറിയിരുന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് മാറിയിരുന്ന് ചിന്തിക്കണം. ഞാനിത് ചെയ്തത് സമൂഹത്തിനോട് വിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിനോട് ചെയ്തത് ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു വക്കീൽ ഇത് കഴിഞ്ഞ് വന്നേക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു പ്രൊഫഷണൽ ലെവലിലേക്കൊന്നും അവരെത്തിയിട്ടില്ല. ബൈ പ്രൊഫഷൻ അവർക്കൊരു ഡിഗ്രി ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ എത്രയോ കഴിവുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം പല മുഖങ്ങൾ വെച്ച് പല രീതികളിലും ശദിക്കും ആൾക്കാരാണ്. ഇത് ഞങ്ങളത് കണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നേരിട്ട് അനുഭവങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നെ വിളിച്ചിട്ട് എന്നോട് ഡയറക്റ്റ് പറഞ്ഞതാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. അതിനുശേഷം അതേ വ്യക്തി ഹിജാബ് വിഷയത്തിൽ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതെല്ലാം നമ്മളിവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഹൈബി ഈഡന് നാടൻ ഭാഷയെ പറഞ്ഞ ലേശം ഉളുപ്പുണ്ടെങ്കിൽ താങ്കളുടെ ഭാര്യയെ ഈ ഒരു പൊസിഷനിൽ നിന്ന് രാജിവെപ്പിച്ച് അർഹതപ്പെട്ടവന് കൊടുക്കണമെന്നേ പറയുള്ളൂ. കാരണം താങ്കൾ കോൺഗ്രസ്സിലേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന എത്രയോ വക്കീലന്മാരുണ്ട്. അവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കൊടുക്കണം. മറ്റുള്ളവൻ്റെ ഈ കൈയിട്ട് വാരുന്നൊരു സ്വഭാവം നിർത്തണം. അത് ഇപ്പോഴല്ലത് അറിയാൻ പോകുന്നത്, ഇനിയും ഒരു ഇലക്ഷനൊക്കെ വരുന്നുണ്ടല്ലോ. ഇത് മാത്രമല്ല ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾക്കപ്പം സംസാരിക്കാം. അതെ, എന്തായാലും അതിനുള്ള മറുപടി വൈകാതെ. എത്ര നാൾ എറണാകുളത്തെ ജനങ്ങൾ ഈ ജോർജ് ഈഡൻ്റെ നാമധേയത്തിൽ ഹൈബി ഈഡനെ ചുമക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് സർ, ഈ മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഹോം സ്റ്റേ ഗ്രാമം എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി കൊണ്ടുവന്നിരുന്നു. അന്ന് അതിൻ്റെ ഏതാണ്ട് പ്രാവർത്തികമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും കൂടെയാണ്. മനോഹരമായ ഗ്രാമം കൂടുതൽ മനോഹരമായിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു വലിയ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള. പക്ഷേ ഇപ്പോഴും പറയുകയാണ് മുനമ്പത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മതപണ്ഡിതന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരൊക്കെ വരുന്നു. ഇതിനെ എങ്ങനെയാണ് നേരിടുന്നത്? മുക്കം ഫൈസി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനാണ് ഉമർ മുക്കം ഇപ്രകാരം ഒരു പ്രസ്താവന ഇറക്കിയത്. അതായത് മുനമ്പം അവരുടെ ഭൂമിയാണെന്നും അവിടെയുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കണേ. പ്രിയൻ്റെ വീട് എൻ്റെ വീടാണെന്ന് ഞാൻ പറയണമെങ്കിൽ എൻ്റെ മാനസിക നില ശരിയല്ല. എനിക്ക് മാനസികമായിട്ട് എന്തോ തകരാറുള്ളത് കാരണമാണ് ഞാൻ വേറൊരുത്തൻ്റെ വീട് എൻ്റെ വീടായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മുക്കം ഫൈസിക്ക് ഇപ്പം ഞങ്ങൾ അദ്ദേഹത്തിനെ കാണുന്നത് ഞങ്ങളുടെ വഖഫ് സമരത്തിനോടനുബന്ധിച്ച് ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന പല ആൾക്കാരെയും ഞങ്ങൾ ചിത്രീകരിക്കുന്നത് പല സിനിമ കഥാപാത്രങ്ങളിലൂടെയാണ്. മുക്കം ഫൈസി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചട്ടമ്പി നടന്ന സിനിമയിലെ ദശമൂലം ദാമുല്ലേ,
ദശമൂലം ദാമുവിൻ്റെ വിചാരം അദ്ദേഹം വലിയൊരു പ്രസ്ഥാനമാണെന്നാണ്. അപ്പോൾ ദശമൂലം ദാമു എന്ന് പറയുന്ന മുക്കം ഫൈസയ്ക്ക് ചികിത്സയാണ് ആവശ്യം. കാരണം അന്യൻ്റെ വീട് എൻ്റെയാണെന്ന് വിളിച്ച് പറയാനും അവിടെയുള്ള ആൾക്കാരെ മാറ്റി പറപ്പിക്കണം, അദ്ദേഹത്തിന് മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. വഖഫ് ബോർഡ് അദ്ദേഹത്തിന് നല്ലൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നതായിരിക്കുള്ളൂ അതിന് ഏറ്റവും നല്ലൊരു പ്രതിവിധിയായിട്ട് ഞാൻ കാണുന്നത്. ഏതായാലും മുനമ്പത്തെ പദ്ധതി ഹോം സ്റ്റേ ഗ്രാമം നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ 102 വീടുകളോളം ചേർന്നൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളായിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഈ വഖഫ് ബോർഡിനോ അത് ഞങ്ങൾക്കറിയാം എന്തായാലും ഒരു ദിവസം ഇതെല്ലാം ഞങ്ങൾക്കായിട്ട് തിരിച്ചു വരുമെന്ന്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദവത്രോ, ഒരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഏതാനും പട്ടികളിൽ നിന്ന് കുരച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യാത്ര മുടക്കാറില്ല. ആ പട്ടികൾ അവിടെ നിന്ന് കുരച്ചുള്ളൂ, അത് വി ഡോണ്ട് കെയർ. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. ഈ കോറോ ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അതിൽ നിന്ന് കുറച്ച് ജീവനക്കാരെ പിരിച്ചുവിട്ട ഒരു സമരം നടന്നു. ആ സമരം നടക്കുമ്പോഴും അവിടെയും ഈ വഖഫ് സംരക്ഷണ സമിതിയെ കണ്ടു. ഇതെന്താ കുമ്പിടിയാണോ ഈ സ്ഥലങ്ങളിലെല്ലാം? ഇതാണ് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ഇവർ മുനമ്പത്ത് വഖഫ് സംരക്ഷകരായിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ കോൺഗ്രസിൻ്റെ കൂടെ, ഹൈബീഡിൻ്റെ കൂടെ പള്ളുരുത്തിയിൽ ഹിജാബ് സംരക്ഷകരായിട്ട് കണ്ട് അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ അവർ ഡിവൈഎഫ്ഐയുടെ കൂടെ, ഡിവൈഎഫ്ഐയുടെ സമരത്തിൽ ആ ബാക്കിൽ നിന്ന് പോലീസ് ഗോ ബാക്ക് എന്നൊക്കെ വിളിക്കുന്നത് ഈ വഖഫ് സംരക്ഷണ സമിതി. കാരണം ഞാൻ പറയും എന്താണ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന്. അതെ, ഇവർ ഓരോ സ്ഥലത്ത് എന്തും പറഞ്ഞാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിപ്പോൾ എനിക്ക് ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിനോട് ഒത്തിരി ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്. കാരണം ഒരു പ്രസ്ഥാനമാണ്, അവർക്ക് അവരുടേതായ പോരായ്മകളുണ്ടെങ്കിലും അവർ അന്യനെ ഒഴിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി അവർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളവൻ്റെ. അപ്പോൾ അവർ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ആളുകളെയൊക്കെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ അവരാലോചിക്കണം, അവരുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയൊരു പേരുദോഷമാണ്. കാരണം അന്യൻ്റെ വീട് എൻ്റെ വീടാണെന്നും പറഞ്ഞിട്ട് നടക്കണവനാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കള്ളന് പല മുഖങ്ങളാണ്. കള്ളനെന്നും കള്ളൻ തന്നെയാണ്. എനിക്ക് പറയാനുള്ള ഈ വഖഫ് സംരക്ഷണ സമിതിയുടെയും വഖഫ് സംരക്ഷണ സമിതി വേദികളുടെയൊക്കെ അവരുടെ വീട്ടിലുള്ള മക്കളോടും ഭാര്യമാരോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ പിതാവ് ആരാണ്, നിങ്ങളുടെ വാപ്പ ആരാണ് അറിയപ്പെടേണ്ടത്? എൻ്റെ വാപ്പ അറിയപ്പെട്ടിരുന്ന ഒരു നല്ലൊരു വ്യക്തിയാണെന്നോ എൻ്റെ വാപ്പ ഒരു കള്ളനായിട്ട് അറിയപ്പെടാനാണോ താല്പര്യം? അപ്പം ഞാൻ പറഞ്ഞില്ലേ, കള്ളൻ തന്നെയാണ്. കള്ളൻ്റെ രൂപം നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതിനകത്ത് അത് ശരിയായിട്ടുള്ളൊരു വസ്തുത തന്നെയാണ്. മറ്റൊരു ചോദ്യം എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് തവണ നമ്മൾ അവരുടെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അവിടെ ഇപ്പോൾ ഒരാളൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അതായത് മുൻ കേന്ദ്രമന്ത്രിക്കെതിരായിട്ട് പോലും പ്രസ്താവന പറഞ്ഞ ആൾക്കാർ പലരുടെയും, അതായത് ചില വികാരിമാരുടെയൊക്കെ പ്രേരണയാൽ പറഞ്ഞതാണ് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും അപ്പോൾ ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് പിന്നിൽ ആരായിരുന്നു എന്നുള്ളത് തെളിയുകയല്ലേ? അത് മുനമ്പം ഭൂസംരക്ഷണ സമിതി, മുനമ്പം സമരത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലാക്ക് മാർക്കുകളിൽ ഒന്നായിരുന്നു. അന്ന് കിരൺ റിജിജു സാറ് ഞങ്ങളുടെ സമരവേദി ഞങ്ങളുടെ പള്ളി അങ്കണത്തിൽ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ തന്നെയുള്ള സമരസമിതിയുടെ കൺവീനർ എന്ന് പറഞ്ഞ ബെന്നി കുറുപ്പശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി ബാംഗ്ലൂർ ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് മീഡിയ വൺ വേറൊരു ചാനലും അല്ല, മീഡിയ വണ്ണിനൊരു ബൈറ്റ് കൊടുക്കുന്നതാണ്. കിരൺ റിജിജു BJP ഞങ്ങളെ ചതിച്ചു എന്നും പറഞ്ഞിട്ടുള്ളൊരു ബൈറ്റ്. പക്ഷെ അത് അന്ന് കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങളുടെ യഥാർത്ഥ സത്യം അറിയുന്നത്. അത് കാരണം ഇപ്പം ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഈ ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഒരു കൂട്ടം കള്ളന്മാരുടെ കൂട്ടായ്മയാണെന്നുള്ളത് മനസ്സിലായതിനു ശേഷം ഈ സമിതി പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പിരിച്ചുവിടാൻ പറ്റാത്തൊരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളവ് അപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം ഞങ്ങൾ അറിഞ്ഞത്, ബാംഗ്ലൂർ ഇവനെ വിട്ടത് വികാരി ജനറലും ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛനും കൂടി ചേർന്നാണ്. അങ്ങനെയാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞ പ്രകാരമാണ് ഇതെല്ലാം വിളിച്ചു പറഞ്ഞത്. അതായത് മുനമ്പത്തെ ഒറ്റാനായിട്ട് സഭയിലെ ചില വ്യക്തികൾ, ഒരിക്കലും സഭയ്ക്കെതിരല്ല, ഒരു മെത്രാനെതിരല്ല, കോട്ടപ്പുറം രൂപതയ്ക്കെതിരല്ല. പക്ഷെ ഞാൻ ഇവിടെ എടുത്തു പറയുന്ന 2 പേര്, ഒന്ന് കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ ഫാദർ റോബിനും ഞങ്ങളുടെ പള്ളിയുടെ വികാരി അച്ഛനും ചേർന്ന് ഉണ്ടാക്കിയൊരു നാടകമാണിത്. ശരിക്കും അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെന്നറിയപ്പെടുന്നവർ ഒരു നാടിനെ ചതിക്കാൻ ചെയ്ത് ഇത്രയും വലിയൊരു വൃത്തികെട്ടൊരു നാടകമാണ്. ഞാൻ പറയുന്നത്, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കളവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കള്ളനെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റിയ ഒരു കള്ളനെ ആയിരിക്കണം. ഇത് കുടിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരുത്തനായി കഴിഞ്ഞാൽ നിങ്ങൾക്കാണത്. കാരണം അവന് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷെ ഒരു വൈദികനും ഒരു വികാരി ജനറലിനും നഷ്ടപ്പെടാൻ ഏറെയുണ്ട്. കാരണം അവർ കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് കാണുന്നവരാണ്. അപ്പോൾ ഇനിയെങ്കിലും
ഈ കള്ളന്മാരെ കൂടെ കൊണ്ട് നടക്കരുതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ അവർ തിരുത്തുവോ? തിരുത്താനുള്ള സാധ്യത ഉണ്ടോ? തിരുത്താൻ കാരണം ഇനിയും വേറെ സത്യങ്ങളുണ്ടെന്ന് തന്നെയാണ് ഇവർ വിളിച്ച് പറയുന്നത്. അപ്പോൾ തിരുത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം, അതല്ലേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, അല്ലാതെ വേറെ ഒന്നും. കാരണം ഞങ്ങളിപ്പോൾ അവരെ ടോട്ടലി അവഗണിച്ചിട്ടിരിക്കണം. ഞങ്ങളുടെ കാര്യമായിട്ട് ഒരു വഴിക്ക് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കള്ളന്മാരെ അടുപ്പിക്കാറില്ല. ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവരും ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഏതായാലും അവസാനത്തെ ചോദ്യം കൂടി, മുനമ്പം സമരത്തിൻ്റെ ഇനിയുള്ള ഘട്ടം എന്താണ്? എന്താണ് ഇനിയുള്ള മുന്നോട്ട് പോക്ക്? ഞങ്ങളിപ്പോഴും സമരം പല രീതികളിൽ ഞങ്ങളിപ്പോൾ നിയമ പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലാണ്. അതിന് ഞങ്ങൾക്ക് അതിൻ്റേതായ സഹായം പല രീതികളിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല വക്കീലന്മാരുണ്ട്, ഞങ്ങൾക്ക് അഡ്വൈസേഴ്സായിട്ട് ഞങ്ങളുടെ മാലാഖ പോലെ നിൽക്കുന്ന ഞങ്ങളുടെ ഫാദർ ജോഷി മയാറ്റിലുണ്ട്, സ്റ്റാലിൻ ദേവൻ സാറുണ്ട്, പിന്നെ കേരള BJP ഘടകത്തിൻ്റെ വളരെ നല്ലൊരു പിന്തുണയുണ്ട്. അവരുടെ സഹായത്തോടെ ഷോൺ ജോർജും സുമിത് ജോർജിനെയും രാജീവ് ജിയുടെയൊക്കെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സുപ്രീം കോർട്ടിലൊരു വക്കീലുണ്ട്, മനീന്ദർ സിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞങ്ങൾ നിയമ പോരാട്ടങ്ങളിലാണ് പോകുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു ട്രിവാൻഡ്രം സമരത്തിന് പോകാൻ ഒരു ദിവസത്തെ ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെയ്യണമെന്നൊരു കൂട്ടായ്മ ആലോചിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ബട്ട് ഇപ്പോൾ നിയമപരമായ കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.